ആ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നേരം എന്നറിയോ? മനുഷ്യന്റെ നടു ഒടിഞ്ഞു. നീ നല്ല ഉറക്കമായിരുന്നേ, അപ്പൊ നിനക്ക് ഈ സൗന്ദര്യം ഒക്കെ തോന്നും. ഓ സുന്ദർ, ഡോണ്ട് ബി സില്ലി. ഓ അല്ലേലും നിന്നോട് പറഞ്ഞു ജയിക്കാനാവില്ലെന്ന് എനിക്കറിയാം. താങ്ക്സ് ഫോർ ദി കോംപ്ലിമെന്റ്. അല്ല, ഇനി എത്ര ദൂരം കൂടി ഉണ്ട്? എത്താറായി, ഇനി കുറച്ച് ദൂരം കൂടെ. ഇത്രയും കഷ്ടപ്പെട്ട് ചെന്നിട്ട് അയാൾ സമ്മതിക്കോ? അദ്ദേഹം സമ്മതിക്കും. അതോ ഇനി എല്ലാവരെയും പോലെ അയാളും? ബി പോസിറ്റീവ് മാൻ. ഞാൻ സമ്മതിപ്പിക്കും. ആ, നമുക്ക് ടൗണിൽ ചെന്ന് റൂം എടുത്തൊന്ന് ഫ്രഷ് ആയിട്ട് പോവാം. ഓക്കെ. ഞാൻ ഡ്രൈവ് ചെയ്യണോ? അത് വേണോ? ഇത് തന്നെയാണാ? യെസ്, വി ആർ റൈറ്റ്. അല്ല, പുറത്താരെയും കാണുന്നില്ലല്ലോ. കം, നമുക്ക് നോക്കാം. അപ്പൊ അകത്തായിരിക്കും. ഏതായാലും വണ്ടി കിടപ്പുണ്ട്, ഇവിടെ തന്നെ കാണും മിക്കവാറും. അകത്ത് ആളുണ്ട്. സർ, ഞാൻ ഐശ്വര്യ, ഇത് സുന്ദർ. ഹായ്. സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അകത്തേക്ക് വരും. താങ്ക്സ്. പറയൂ. സാർ എഴുതിയ ഒട്ടുമിക്ക പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ മഞ്ഞ് പെയ്യുമ്പോൾ ഫാന്റാസ്റ്റിക്. താങ്ക്സ്. ഞാനതൊരു 100 തവണയെങ്കിലും വായിച്ചിട്ടുണ്ട്. നിങ്ങൾ വന്ന കാര്യം പറയൂ. പറയാം സർ. ഫോർ ദ ലാസ്റ്റ് 6 years ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹം ക്യാമറമാൻ രവികാന്തിന്റെ അസിസ്റ്റന്റ് ആണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഫിലിം ചെയ്യാൻ ചാൻസ് കിട്ടിയിരിക്കുക. അമേരിക്കയിലുള്ള ജയദേവൻ എന്ന് പറഞ്ഞ ആളെ പ്രൊഡ്യൂസർ. അതിന് സാർ ഞങ്ങളെ സഹായിക്കണം. സാർ എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതി തരണം. ഐ എം സോറി, എന്നെ കൊണ്ട് ഇപ്പോൾ സാധ്യമാവില്ല. നിങ്ങൾ മറ്റാരെങ്കിലും സമീപിക്കൂ. സർ, ഞങ്ങള് വളരെ പ്രതീക്ഷയോടെയാ വന്നത്. സാറിന് അറിയാലോ, എന്നെ പോലൊരു പെൺകുട്ടി ഈ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് പ്രയാസ. ഇങ്ങനൊരു അവസരം ഇനി ഒരിക്കലും എനിക്ക് കിട്ടിയില്ലെന്ന് വരും. സാർ നോ പറയരുത്. അതല്ല കുട്ടി, ഇപ്പോൾ എന്തെങ്കിലും എഴുതാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. 2 വർഷമായി ഞാൻ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. എന്തെങ്കിലും എഴുതാനുള്ള ഒരു ആശയം എന്റെ മനസ്സിലില്ലതാനും. സാറിന് എഴുതാൻ കഴിയും. എന്തെഴുതണം, ഏത് ടൈപ്പിലുള്ള കഥ വേണമെന്നൊന്നും എനിക്ക് നിർബന്ധമല്ല. എന്തെഴുതിയാലും അതൊരിക്കലും മോശമാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുട്ടി എന്ത് പറഞ്ഞാലും എനിക്കിപ്പോ അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കൂ. സാറ് കൈവിട്ട എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞങ്ങളിവിടെ സിറ്റിയിൽ റൂം എടുത്തിട്ടുണ്ട്. സാറ് സമ്മതിക്കാതെ ഞങ്ങൾ പോവില്ല. ഇറങ്ങട്ടെ. റെഡിയായി കഴിഞ്ഞോ? ഓ, എന്തോ ഒരു മൂഡ് ഓഫ്. രാവിലെ കെട്ടിയൊരുങ്ങി അങ്ങരുടെ വീട്ടിൽ ചെല്ലും, അയാൾ പറ്റത്തില്ല എന്ന് പറയും, നമ്മൾ തിരിച്ചു പോരും. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതന്നെയല്ലേ പണി. ഐശ്വര്യ, ഞാൻ പറയുന്നത് കേക്ക്. നമുക്ക് തിരിച്ചു പോവാം. അദ്ദേഹം പറയുന്നത് പോലെ നമുക്ക് വേറെ ആരെങ്കിലും സമീപിക്കാം. ഇന്നോടെ നമുക്ക് ശ്രമിക്കാം. ഹലോ, അതെ. ആ, പറയൂ സർ. താങ്ക് യു സർ, താങ്ക് യു. അത് ഞാൻ അറേഞ്ച് ചെയ്യാം. ഇല്ല സർ, നല്ല പ്ലേസ് തന്നെയാ. വെനസ്ഡേ. ഓക്കെ സർ, ഐ വിൽ ഡു ഇറ്റ്. ആരാ? പ്രൊഫസറാ. അദ്ദേഹം എഴുതി തരാന്ന് സമ്മതിച്ചു. ഹി അഗ്രീഡ്. സമ്മതിച്ചാ? അതെനിക്ക് എപ്പോഴേ അറിയാം. അതുകൊണ്ട് നീ എന്താ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ അഡ്വാൻസാ? ഏയ്, അതല്ല. നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് തന്നെ. അതാണ് സംഭവം. എന്നുവെച്ചാ? അതായത് അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്. അതുകൊണ്ട് വേറൊരു സ്ഥലം വേണം. പ്രൊഡ്യൂസർ നല്ല കാശുള്ള ആളല്ലേ? അമേരിക്കൻ ഡോളേഴ്സ് എറിയട്ടെ. നമുക്ക് ഏതെങ്കിലും നല്ല റിസോർട്ടിൽ 3 കോട്ടേജ് ബുക്ക് ചെയ്യാം. പുള്ളിക്കാരൻ അവിടെ നിന്ന് എഴുതിക്കോട്ടെ. പ്രൊഡ്യൂസറിന്റെ കണ്ടീഷൻ നീ മറന്നുപോയോ? നമ്മുടെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ബംഗ്ലാവ് വെച്ച് നടത്തണം എന്നല്ലേ? നമുക്കേ പ്രൊഫസറിനെ അങ്ങോട്ട് കൊണ്ടുപോവാം.
ആ ഞാനത് ഓർത്തില്ല. പക്ഷെ നമ്മൾ ആ ബംഗ്ലാവ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോ? ജയദേവ് സാറ് അതിന്റെ ഫോട്ടോ എനിക്ക് മെയിൽ ചെയ്തിരുന്നു. സാർ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് വർഷമായിട്ടുള്ളൂ. എഡ്വേർഡ് ബംഗ്ലാവ്. എഡ്വേർഡ് ബംഗ്ലാവ്. യാത്രയിൽ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലല്ലോ? ഇല്ല. സാറിന് ഈ സ്ഥലം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ സാധനങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കൊണ്ടുവരാം. പ്ലീസ് കം സർ. സാർ എന്നാ ശൽവണ്ണ அண்ணா வா நமக்கு சாதனங்களൊക്കെ எடுத்து அகத்தோட்டு வைക്കാം. இதெல்லாம் ஏன் வேலை கிடையாது. பங்களாவை கிளீன் பண்ணி சாவிய உங்ககிட்ட தரணும். அவ்வளவுதான். ജയദേവൻ സാർ എൻകിட்ட சொன்னாரு தெரியுமா? അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. அப்புறம் ഒരു ചിന്ന ഹെൽപ്പ് വാങ്ങണ്ട. இந்த சினிமா காரணங்களை கண்டாலே எனக்கு பிடிக்காது. எல்லாரும் சுத்த ஃப்ராடு பயலுங்க. അതെന്താ അണ്ണ അങ്ങനെ? அது அப்படிதான். ഇയാള് പണിയുണ്ടാക്കും. സർ, ഇദ്ദേഹമാണ് ഈ ബംഗ്ലാവ് പണി കഴിപ്പിച്ചത്. സാറിന്റെ റൂം മേലെയാ. വരൂ സർ. യെസ്. എന്നാ പിടിച്ചോ. 3 കിലോമീറ്റർ ഇറക്ക് എടുത്തിട്ട് പോ. ഈ നാക്കില്ലെങ്കിൽ പണ്ടേ പട്ടി കൊണ്ടുപോയനെ. സർ, ഇതാണ് റൂം. എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്. താങ്ക്സ്. ഇനി ഒന്നും എടുക്കാനില്ലല്ലോ? ഇല്ല സാർ. എല്ലാം ഓക്കെയാണ് സാർ. പിന്നെ ഇവിടെ ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കണ്ടേ? വേണ്ട, അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. എന്നാ ഞങ്ങള് ഞാൻ ഇവരെ ഒന്ന് പറഞ്ഞു വിട്ടേക്കട്ടെ. വന്നേ. ഈ സ്ഥലവും ചുറ്റുപാടും ഒക്കെ സാറിന് ഇഷ്ടപ്പെട്ടോ? നല്ലൊരു സംഭവം എഴുതാനുള്ള ഇൻസ്പിറേഷൻ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഐശ്വര്യ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എന്തെഴുതണമെന്നതിനെ കുറിച്ച് എനിക്കിപ്പോൾ യാതൊരു ഐഡിയ ഇല്ല. എനിക്ക് തിരക്കൊന്നുമില്ല സർ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോ രാത്രിയിലേക്കുള്ള ഭക്ഷണം? രാത്രി ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല. പിന്നെ ഫ്രൂട്ട്സ് വല്ലതുമാണെങ്കിൽ ഞാൻ ഏർപ്പാട് ചെയ്യാം. ഞങ്ങളൊന്ന് പുറത്തു പോവാ. നാളെ വരൂ. യു ക്യാരി ഓൺ. താങ്ക് യു സർ.